എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നർത്തകി നൃത്തം മനസ്സിലൊളിപ്പിച്ചു വീട്ടുകാരുടെ വേഷം അണിയിപ്പിച്ചു. എന്നാൽ കാലം പിന്നീട് അവൾക്കായി കരുതി വെച്ചതാകട്ടെ എന്താണ് കിടില ഒരു സർപ്രൈസും. വീട്ടിലേക്ക്, അതായത് ദുബായിലെ ഒരു വീട്ടിലേക്ക് ജോലിക്കായി വന്നു. അബുദാബിയിലാണ് സംഭവം നടക്കുന്നത്. അബുദാബിയിൽ ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് സന്തോഷത്തിന് നാളുകൾ തന്നെയാണ്. കാരണം പോറ്റുനാടൻ സ്പോൺസറും ചിലങ്ക അണിയിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ് സ്വദേശി. പറഞ്ഞു വരുന്നത് പ്രിയ അക്തറിന്റെ കഥയാണ്. ഒക്ടോബർ 3 ഖലീഫ പാർക്കിൽ പ്രിയയുടെ നൃത്തം കാണാൻ 3000-ലേറെ പേരുണ്ടാകും. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലാണ് ഇപ്പോഴുമെന്ന് എന്നാൽ ഏതാനും മാസം മുൻപ് അബുദാബിയിലെത്തിയ ഈ 26-കാരി പറയുന്നു. വീട്ടിലുണ്ടായ അഗ്നിബാധയിൽ ഗുരുതരമായി പരിക്കേറ്റ മകളുടെ ചികിത്സ മൂലമുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാനാണ് നർത്തകിയുടെ വേഷം അഴിച്ചുവെച്ച് പ്രിയ വീട്ടുജോലിക്കാരിയായത്. അബുദാബിയിലെ സഹപ്രവർത്തക പ്രിയയുടെ നൃത്തം റെക്കോർഡ് ചെയ്ത് വീട്ടുടമസ്ഥയുടെ ഭാര്യയ്ക്ക് അയച്ചതാണ് വഴിത്തിരിവായത്. അവർ അവരുടെ കൂട്ടുകാരിയും സ്റ്റൈൽ ദിവയുടെ സ്ഥാപകയുമായ ജോണിയ മാത്യുവിന് അയച്ചു കൊടുത്തു. ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവലിൽ നൃത്തം ചെയ്യാനുള്ള ക്ഷണമാണ് പിന്നീട് എത്തിയത്. ബോളിവുഡിലെ പ്രശസ്ത നർത്തകി നോറ ഹത്തേഫിയുടെ പ്രകടനമാണ് പ്രിയയുടെ നൃത്തം കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്ന് ജോണിയ മാത്യു പറഞ്ഞു. നൃത്തത്തിൽ അത്രയ്ക്ക് സ്വാഭാവികതയാണ് പ്രിയയ്ക്കുള്ളത്. ഒക്ടോബർ 3 രാത്രി 8 മുതൽ 12 വരെ ഖലീഫ പാർക്കിലാണ് പരിപാടി. കൂടുതൽ പരിപാടികളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പോൾ. ഇതോടെ അവധി ദിവസമായ വെള്ളിയാഴ്ച നൃത്തം പരിശീലിപ്പിക്കാൻ സമയവും കണ്ടെത്തിയിരിക്കുന്നു പ്രിയ. 4 വയസ്സുകാരിയായ മകളെ മുത്തശ്ശിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അബുദാബിയിലേക്ക് പറന്നു. നൃത്തത്തിലൂടെ കൂടുതൽ പണം സമ്പാദിച്ച് കടം വീട്ടാനും മകളുടെ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രിയയുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നു. 11ാം ക്ലാസ്സിനു ശേഷം അതിന് സാധിച്ചതുമില്ല. ജീവിതത്തിൽ ഇനി ഒരിക്കലും സാധ്യമാകില്ല എന്ന് പ്രിയ കരുതിയതാണ് ഈ നൃത്തം. എന്നാൽ നൃത്തം പ്രിയയെ ഇപ്പോൾ തിരിച്ചു വിളിക്കുകയാണ്. അല്ലെങ്കിലും അങ്ങനെ വരുള്ളൂ. കാരണം കലാകാരിയെ ആർക്കും കെട്ടിപ്പൂട്ടി വീട്ടി വയ്ക്കാൻ പറ്റില്ല. അവളുടെ ഉള്ളിലെ കല എന്നെങ്കിലും പുറം ലോകം അറിയും. മറ്റൊരു പ്രവാസി മലയാളിയിലെ വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമ്മുടെ പ്രവാസി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.